നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായകമായ വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. പത്തനംതിട്ട എംപിയും കോൺഗ്രസ് നേതാവുമായ ആന്റോ ആന്റണിക്കെതിരെയാണ് ആരോപണം. CPM പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവാണ് ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 2.5 കോടി രൂപ നിക്ഷേപിച്ചിരുന്നു. ആ സ്ഥാപനം പൊളിഞ്ഞു. തന്ത്രിയടക്കം നിരവധി നിക്ഷേപകരുടെ കോടിക്കണക്കിന് രൂപ പോയി. തന്ത്രിയുടെ മേൽപ്പറഞ്ഞ 2.5 കോടിയും പോയി കിട്ടി. പക്ഷേ തന്ത്രിക്ക് പരാതിയുമില്ല, പരിഭവവുമില്ല. എന്തുകൊണ്ട്? ഇതിനൊരു പക്ഷേ ഉത്തരമായേക്കാവുന്ന ആരോപണമാണ് ഇപ്പോൾ KP ഉദയഭാനു ഉയർത്തിയിരിക്കുന്നത്. പൂട്ടിപ്പോയ ഈ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് പത്തനംതിട്ട MP 2.5 കോടി രൂപ കൈപ്പറ്റി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം ശരിയെങ്കിൽ ഇതൊരു ദുരൂഹ സാമ്പത്തിക ഇടപാടാണ്. നെടുമ്പറമ്പിൽ ഒരു ഇടനില സ്ഥാപനം മാത്രമാണ്. സത്യത്തിൽ തന്ത്രി MPക്ക് 2.5 കോടി നൽകിയോ എന്ന സംശയമാണ് CPM ഉയർത്തിയത്. അത് ശരിയെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ആ പണം തന്ത്രി MPക്ക് നൽകിയത്? കേസ് അന്വേഷിക്കുന്ന SIT സംഘം ഇക്കാര്യം അന്വേഷിക്കണമെന്നാണ് ഉദയഭാനുവിൻ്റെ ആവശ്യം. അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ ഉദയഭാനുവിൻ്റെ മൊഴിയെടുക്കാനും സാധ്യതയുണ്ട്. കോൺഗ്രസ് നേതാവും പത്തനംതിട്ട MPയുമായ ആന്റോ ആന്റണി ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം സോണിയാഗാന്ധിയെ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. UDF കൺവീനർ അടൂർ പ്രകാശും ഒപ്പമുണ്ടായിരുന്നു. കടകംപള്ളി സുരേന്ദ്രനും അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് സന്ദർശിച്ചതിൻ്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നതാണ്. ശബരിമലയിലെ സ്വർണം അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുകാർക്ക് വിറ്റ് കൊള്ളസംഘം ശതകോടികൾ കൈപ്പറ്റിയെന്ന സംശയമാണ് ഇതോടെ ഉയർന്നത്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് MPയുടെ ദുരൂഹ പണമിടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവരുന്നത്. കേരളം മുഴുവൻ ബ്രാഞ്ചുകളുണ്ടായിരുന്ന നെടുമ്പറമ്പിൽ ഫിനാൻസ് എന്ന സ്ഥാപനത്തിലാണ് തന്ത്രി 2.5 കോടി നിക്ഷേപിച്ചിരുന്നത്. കോൺഗ്രസ് MP ആന്റോ ആന്റണി 2.5 കോടി കൈപ്പറ്റിയതും ഇതേ സ്ഥാപനത്തിൽ നിന്നാണ്. രാജു ജോർജിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഈ സ്ഥാപനം പിന്നീട് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ പെട്ടിരുന്നു. 2024 മെയ്യിൽ രാജു ജോർജും കുടുംബാംഗങ്ങളും ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഏകദേശം 500 കോടിയോളം രൂപയാണ് രാജു ജോർജ് നെടുമ്പറമ്പിൽ ഫിനാൻസ്, നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് തുടങ്ങിയ സ്ഥാപനങ്ങളിലൂടെ നിക്ഷേപമായി സ്വീകരിച്ചത്. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് നിയമവിരുദ്ധമായി കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് സ്വീകരിച്ചത്. സ്ഥാപനം പൊളിഞ്ഞതോടെ പ്രവാസികൾക്കടക്കം ആയിരക്കണക്കിന് നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടിരുന്നു. MPയുടെ ഈ സ്ഥാപനത്തിലെ ദുരൂഹ പണമിടപാട് കൂടുതൽ സംശയം സൃഷ്ടിക്കുകയാണ്. ഈ ധനകാര്യ സ്ഥാപനം, അതായത് നെടുമ്പറമ്പിൽ ഫിനാൻസ്, പൊളിച്ചതാണോ? ബാങ്ക് പൊളിച്ചതിലൂടെ വെളുപ്പിച്ചത് എത്ര കോടികൾ? ശബരിമല സ്വർണം കടത്തിയതിലൂടെ ഉണ്ടാക്കിയ കള്ളപ്പണം ഒഴുകിയത് ഈ ധനകാര്യ സ്ഥാപനം വഴിയാണോ? ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ 2026 ജനുവരി 9-നാണ് കേസന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയതിനു ശേഷം നാടകീയമായിട്ടാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. പിന്നാലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു. ശബരിമലയിൽ കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളും ചട്ടവിരുദ്ധമായി കടത്തിയപ്പോൾ വിവരമറിയാമായിരുന്നിട്ടും അധികൃതരെ അറിയിച്ചില്ലെന്ന കുറ്റമാണ് തന്ത്രിക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം തന്ത്രിക്ക് നേരിട്ട് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് തന്ത്രി പണം നിക്ഷേപിച്ച ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് അനധികൃതമായി കോൺഗ്രസ് MP പണം കൈപ്പറ്റി, അതും തന്ത്രിയുടെ നിക്ഷേപത്തിന് സമാനമായ അതേ തുക 2.5 കോടി രൂപ കൈപ്പറ്റി എന്ന വെളിപ്പെടുത്തൽ വരുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.